ഹായ് ഓൾ, വെൽക്കം ടു ലേൺ വൈസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജാനുവരി 2025 അഡ്മിഷൻ സൈക്കിളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അങ്ങനെ വലിയ വമ്പം കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ എന്നിരുന്നാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഇനി മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ ഈ ഒരു ഇഗ്നോ ലേണിംഗ് ജേണി കുറച്ചുകൂടെ എളുപ്പമാക്കുന്ന രീതിയിലുള്ള കുറഞ്ഞ പോയിന്റ്സ് ആയിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കുന്ന കുറഞ്ഞ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പൊ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും സമയാസമയം കൃത്യമായിട്ട് ഉള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് അടക്കാം. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം സെലക്ഷൻ തന്നെയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയം തന്നെയായിരിക്കും നിങ്ങൾ ഇഗ്നുവിൽ സെലക്ട് ചെയ്യുന്നത്. അന്നേരം അതിന്റെ പേപ്പറും അതുപോലെ തന്നെ അതിൽ എലക്റ്റീവും കമ്പൽസറിയുമായിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് ഏതൊക്കെ വേണമെന്നുള്ളത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് തന്നെ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സിലബസ് ഒക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. കാരണം എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും നമ്മളുടെ സ്വന്തമാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇഗ്നു സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകളും മറ്റു വിവരങ്ങളും എല്ലാം തന്നെ ഈ മെയിൽ ഐഡിയിലേക്കും ഫോൺ നമ്പറിലേക്കുമാണ് വരിക. അതുകൊണ്ട് തന്നെ സ്വന്തം ഫോൺ നമ്പറും സ്വന്തം മെയിൽ ഐഡിയും ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേറെ ആരുടെയും സഹായം നോക്കേണ്ട ആവശ്യമില്ല. സോ സ്വന്തം ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറുമാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. അടുത്തൊരു പ്രധാന പോയിന്റ്, ഇഗ്നുവിൽ ഇപ്പോൾ എല്ലാ ലേണേഴ്സിനും നിർബന്ധമാക്കിയുള്ള ഒരു കാര്യമാണ് ABC ID അഥവാ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ID. അപ്പൊ ABC ID എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുള്ള എല്ലാവിധ ഗൈഡൻസും താഴെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലേൺ വൈസിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് ABC ID ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. ഇനി ABC ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ID അഥവാ DEB ID. ഇത് രണ്ടും ഉണ്ട് എന്നുള്ളത് ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉറപ്പിച്ചാൽ ഒന്നുകൂടെ നന്നാവും. ഇനി ABC ID എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് മാക്സിമം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ വീഡിയോസിൽ കാണാൻ പറ്റും. അത് കണ്ട് അതുപോലെ ചെയ്തേച്ചാൽ മതി, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, നിങ്ങൾ അപ്ലൈ എല്ലാം ചെയ്ത് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഫീ പേ ചെയ്യാനുണ്ടാവും. അപ്പൊ ഫീ പേ ചെയ്യുന്ന സമയത്ത് സപ്പോസ് എന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ, അതായത് ഇവിടുന്ന് പേയ്മെന്റ് പോയി അവിടെ റിഫ്ലക്ട് ആവാൻ എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ, വരാറില്ല, അവർ തന്നെ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റിലേക്ക് വെക്കേണ്ടതില്ല. എത്ര നേരത്തെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്ര നേരത്തെ അപ്ലൈ ചെയ്യുക. അതിൽ പേയ്മെന്റ് എന്തെങ്കിലും രീതിയിൽ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിന്നെ വിവരം നിങ്ങൾക്ക് ലഭിക്കും. ഒന്നെങ്കിൽ ബാങ്കിന്റെ എന്നുള്ളതാണെങ്കിൽ അങ്ങനെ അറിയിക്കും, ഇഗ്നോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കും. ഇനി ഒന്നുകൂടെ പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നുകൂടെ പേയ്മെന്റ് ചെയ്യുക. 2 വട്ടം പൈസ പോയിട്ടുണ്ടെങ്കിൽ ഇഗ്നുവിൽ റിസീവ് ആയ പൈസ അവരെന്തായാലും അവർ തിരിച്ചേൽപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ 2 പേയ്മെന്റ് പോകും എന്നുള്ള പേടിയും വേണ്ട. അപ്പം ഒരു പേയ്മെന്റ് സപ്പോസ് സ്റ്റക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല റീസൺസ് ഉണ്ടാവാം. ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അടുത്ത പേയ്മെന്റ്, അല്ലെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അടുത്ത പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്താൽ മതിയാവും. ഒരുമിച്ച് പേ ചെയ്യേണ്ടതില്ല. അടുത്തത് പറയാനുള്ളത് സ്റ്റഡി സെന്ററിനെ പറ്റിയാണ്. അപ്പൊ എല്ലാവരും ഇത് എന്തായാലും ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങളുടെ വീടിനടുത്തുള്ള സ്റ്റഡി സെന്ററിൽ തന്നെയാണ് എടുക്കുന്നത് എന്നുള്ളതൊന്ന് ഉറപ്പിച്ചാൽ നന്നാവും. മറ്റൊന്നും കൊണ്ടല്ല, സ്റ്റഡി സെന്ററിലാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകേണ്ടത്. മറ്റ് അത്യാവശ്യ വിവരങ്ങൾക്കൊക്കെ തന്നെ അറിയാം, ലേൺ വൈസ് എവിടെയുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അസൈൻമെന്റ് സബ്മിഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്റ്റഡി സെന്ററിലേക്കാണ് പോകേണ്ടത്.
അതുകൊണ്ട് ഒരുപാട് ദൂരെയുള്ള സ്റ്റഡി സെന്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും. അപ്പൊ അതുകൊണ്ട് സ്റ്റഡി സെന്റർ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വീടിനടുത്തുള്ള പോയി വരാൻ പറ്റുന്ന വാഹനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ഏരിയയിലുള്ള സ്റ്റഡി സെന്റർ ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഇനി ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസിന്റെ റെസിപ്റ്റും കിട്ടും. അതിനോടൊപ്പം തന്നെ കിട്ടുന്ന മറ്റൊരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. രണ്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കുക, ഭാവിയിൽ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഫീസിന്റെ റെസിപ്റ്റും വേണം, നമുക്ക് ആപ്ലിക്കേഷൻ ഫോമും വേണം. ഇനി നിങ്ങളുടെ ഫീ പേ ചെയ്ത് ഒരു 10 to 15 ഡേയ്സിലാണ്, ചിലപ്പം വളരെ റെയർ സർക്കംസ്റ്റാൻസസ് അതിലും കൂടുതൽ സമയം പോകാറുണ്ട്, എന്നിരുന്നാലും ഒരു 10-15 ദിവസത്തിനുള്ളിലാണ് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആവുക. ഈ അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ID കാർഡ് ലഭിക്കാൻ. അഡ്മിഷൻ കൺഫേം ആയി നമ്മൾ മനസ്സിലാക്കുന്നത് ID കാർഡ് ലഭിക്കുമ്പോഴാണ്. നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്തത് അതേ പോർട്ടലിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ID കാർഡും അവൈലബിൾ ആവുക. ID കാർഡ് കിട്ടിയ ഉടനെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് പറ്റുകയാണെങ്കിൽ ലാമിനേറ്റും ചെയ്ത് വെച്ചോളൂ. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ സ്ഥിരമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ ID കാർഡ്. അപ്പോൾ ലാമിനേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സിൽ വല്ലതും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറവിയില്ലാതെ തന്നെ എപ്പോഴും ID കാർഡ് കൂടെ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ വിദ്യാർത്ഥിയാണെന്ന് കാണിക്കുന്നതിനും അതുപോലെ പരീക്ഷ എഴുതുന്നതിനും ഈ ID കാർഡ് യൂസ് ചെയ്യുകയും ചെയ്യാം. ID കാർഡ് കിട്ടുന്ന സമയത്ത് അതിനൊരു പാസ്വേഡ് ഉണ്ടായിരിക്കും. PDF ആണല്ലോ, പാസ്വേഡ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ IGNOU എൻറോൾമെന്റ് നമ്പർ അത് തന്നെയാണ് ആ ID കാർഡിന്റെ പാസ്വേഡ് ആയിട്ട് വരിക. അപ്പൊ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ഉണ്ടായോ പാസ്വേഡ് ഉണ്ടല്ലോ എന്ന് കരുതേണ്ട ആവശ്യമില്ല. എന്താണോ നിങ്ങളുടെ IGNOU എൻറോൾമെന്റ് നമ്പർ, ആ നമ്പർ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സുഖമായിട്ട് പാസ്വേഡ് മാറി ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പരുവത്തിലായി വരും. സോ ഇത്രയും കാര്യങ്ങളാണ് പറയണമെന്ന് കരുതിയത്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് മറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സ് ഉപയോഗിക്കുക. നിങ്ങളുടെ കമന്റ്സിനുള്ള ഉത്തരങ്ങളൊക്കെ തന്നെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ ഉത്തരങ്ങൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ചോദിക്കാൻ യാതൊരു മടിയും വേണ്ട, ഉള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക. കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട്, ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട്, ഇഗ്നോന്റെ അപ്ഡേറ്റുകളെ പറ്റിയൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിനായിട്ട് താഴെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കണക്ട് ചെയ്യുക. വാട്സാപ്പിലൂടെയും കോളിലൂടെയും എല്ലാം തന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. ഡൗട്ടൊക്കെ സോൾവ് ചെയ്ത് ക്ലിയർ ചെയ്ത് ലേൺ വൈസിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ PG ജേണി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും പീസ് ഔട്ട്.